തൗബ ചെയ്യാറുണ്ട്. കാരണം അത് നമ്മൾ എല്ലാ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം നമ്മൾ മനസ്സിൽ ചെയ്ത പാപങ്ങൾ പൊറുക്കണം, തൗബ ചൊല്ലി മടങ്ങുന്നത് വളരെ നല്ല കാര്യമല്ലേ. തൗബ എല്ലാ ദിവസവും ചെയ്താൽ കെടുക്കുമ്പോഴല്ല, നിസ്കരിച്ചു കഴിഞ്ഞിട്ട് ഇശാ നിസ്കാരം കഴിഞ്ഞ് ഞാൻ ഓൾമോസ്റ്റ് എല്ലാ നിസ്കാരത്തിലും ഞാൻ തൗബ ചെയ്യാറുണ്ട്. എല്ലാ നിസ്കാരത്തിലും തൗബ ചെയ്യുന്ന പ്രിയ ജാസി എന്ന സഹോദരനെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. പക്ഷേ ഈ ഡയലോഗ് കേട്ടപ്പോഴേ എന്നെ കുറ്റപ്പെടുത്തരുത് കേട്ടോ. എനിക്കൊരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. ഒരു ഡി അഡിക്ഷൻ സെൻറ്ററിൽ ഒരു കൗൺസിലിംഗ് ക്ലാസ് എടുക്കാൻ പോയി. അപ്പോൾ അതിൽ കുടിയനായിരുന്നൊരു സഹോദരൻ എന്നോട് പറഞ്ഞൊരു ഡയലോഗ് എനിക്ക് ഓർമ്മയുണ്ട്. ഉസ്താദേ, ഞാൻ പെഗ്ഗടിക്കും തൗബ ചെയ്യും, പെഗ്ഗടിക്കും തൗബ ചെയ്യും, പെഗ്ഗടിക്കും തൗബ ചെയ്യും. ഇപ്പോൾ ഞാൻ തൗബ ചെയ്തിട്ട് നിൽക്കുകയാണ്, വൈകുന്നേരം ഞാൻ പെഗ്ഗടിക്കും കേട്ടോ എന്ന് പറഞ്ഞതുപോലെ സത്യം പറഞ്ഞാൽ ജാസിയുടെ ഈ ഡയലോഗ് കേട്ടപ്പോൾ എനിക്ക് അതാണ് തോന്നിയത്. ജാസിയെ, ഞാൻ കുറ്റപ്പെടുത്തല്ല കേട്ടോ, കുറ്റപ്പെടുത്താൻ ഞാൻ ആളൊന്നുമല്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരനോട് എനിക്ക് പറയാനുള്ളതേ, ഈ തൗബ എന്ന് പറഞ്ഞാൽ നമ്മൾ തെറ്റുകൾ ഇനിയും ചെയ്യുമെന്ന ഉറച്ച ബോധ്യത്തോടു കൂടെ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയലല്ല ജാസി. തൗബ എന്ന് പറഞ്ഞാൽ മനസ്സിൽ അതികഠിനമായ ഖേദം ഉണ്ടാകണം. ഇനി ഒരിക്കലും ഞാൻ ആ തെറ്റിലേക്ക് മടങ്ങൂല എന്ന് ഉറച്ച ബോധ്യം ഉണ്ടാകണം. ആ ബോധ്യത്തിൽ അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങുന്നതിനാണ് നമ്മൾ തൗബ എന്ന് പറയുക. അല്ലാതെ നിസ്കാരം കഴിഞ്ഞിട്ട് ഞാൻ തൗബ ചെയ്യും, എന്നിട്ട് പിന്നെ എനിക്ക് മറ്റേ ഈ വയറൊക്കെ കാണിച്ചിങ്ങനെ ഒരു പെൺവേഷമൊക്കെ കെട്ടി നടക്കണം, എന്നിട്ട് ഞാൻ പിന്നെ അത് കഴിഞ്ഞിട്ട് തൗബ ചെയ്യും, എന്നിട്ട് പിന്നെയും പോകണം, എന്നിട്ടും തൗബ ചെയ്യും. ഇത് തൗബയല്ല, ഇത് കാക്കത്തൗബയാണ്. ഇത് കാക്കത്തൗബ എന്ന് പറയും ഞങ്ങളുടെയൊക്കെ നാട്ടിൽ. ഖുർആനിൽ അല്ലാഹ് പറയുന്നുണ്ട്, തൂബു ഇലല്ലാഹി തൗബതൻ നസൂഹ, നസൂഹായ തൗബ, ആത്മാർത്ഥമായ തൗബയാണ് അള്ളാഹ്ക്ക് വേണ്ടത്. അല്ലാതെ നമ്മൾ പടച്ചോനെ പറ്റിക്കാൻ വേണ്ടി ഇസ്തിഗ്ഫാർ പറഞ്ഞാൽ ഖൽബിൻ്റെ അകത്ത് എന്താണുള്ളത് എന്ന് അള്ളാഹ്ക്ക് അറിയൂലേ? അലാ യഅലമു മൻ ഖലഖ്, ആ രഹസ്യത്തെ പടച്ചതുപോലെ അള്ളയല്ലേ, അവനറിയാൻ പാടില്ല നമ്മുടെ കൽബിലുള്ളത് എന്താന്ന്. അപ്പോൾ ഇത് റമദാനാണ്, ഷഹ്റു തൗബ, തൗബയുടെ മാസം കൂടെയാണ്. ആദ്യം ഞാൻ എന്നോട് തന്നെ പറയട്ടെ, നമ്മളൊക്കെ തൗബ ചെയ്യേണ്ടവരാണ്. ഏത് ബോധ്യത്തിലാണ് ചെയ്യേണ്ടത് ജാസിയെ? ഞാനിനിയും ആ തെറ്റുകളുടെ പിന്നാലെ പോകും എന്നൊന്നും നെയ്യത്താക്കിയിട്ടാകരുത്. ഞാനിനി ഒരിക്കലും തെറ്റ് ചെയ്യൂല. ഇപ്പോൾ ജാസിക്ക് തന്നെ ബോധ്യമുണ്ടല്ലോ അല്ലേ, ഈ കാണിച്ചു കൂട്ടുന്ന പേക്കൂത്തികൾ, ഈ വേഷം കെട്ടി നടക്കലൊക്കെ ഇത് തെറ്റാണെന്നുള്ള തിരിച്ചറിവ് ജാസിക്കില്ലേ? ആ തിരിച്ചറിവിൽ നിന്നുകൊണ്ട് ഇനി ഒരിക്കലും ഞാനങ്ങോട്ട് മടങ്ങൂല്ല എന്നുള്ള ബോധ്യത്തിൽ നിന്നിട്ടൊന്ന് തൗബ ചെയ്ത് നോക്കിയേ. ഇപ്പോൾ ഈ കാണുന്നത് പോലെ മൈക്കും പിടിച്ചിട്ട് ഈ ഏപ്പരാച്ചികളൊന്നും ചില ഘട്ടങ്ങളിൽ നമ്മുടെ കൂടെ ഉണ്ടാവില്ല. ഒരിക്കലും നമ്മൾ ഒറ്റപ്പെടും. അന്ന് ഈ ഏപ്പരാച്ചികളൊന്നും ഉണ്ടാവില്ല. അന്ന് നമ്മളും നമ്മുടെ അമലുകളും മാത്രമേ ഉണ്ടാവുള്ളൂ. ആ സമയത്ത് പടച്ചോനെ, ഞാനൊന്ന് തൗബ ചെയ്തിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെന്ന് ചിന്തിക്കുന്നൊരു ഘട്ടമുണ്ട്. അതിനു മുൻപ് നമ്മൾ സ്വയം ഒന്ന് ഒരു പുനർവിചിന്തനം നടത്തണ്ടേ? മനസ്സറിഞ്ഞ് തൗബ ചെയ്യണം. നമ്മളെല്ലാവരും തൗബ ചെയ്യണം. തൗബയുടെ മാസമാണിത്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ.